ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സ്പിറ്റിലെത്തിക്കണ്ടോ. നമ്മൾ ഇന്നലെ രാത്രി എത്തി നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ സ്പിറ്റിയിലാണ് ഉള്ളത്. ഇന്ന് നമ്മൾ ഇവിടെ കറങ്ങാൻ പോണത് പറഞ്ഞാല് സ്പിറ്റി മൊത്തം കറങ്ങാൻ പോവാണ്. അതായത് നമ്മൾ കുറെ നമ്മളെ വേൾഡിൽ കുറെ റെക്കോർഡുകളുണ്ട്, ഹയസ്റ്റ് റെക്കോർഡുകളുണ്ട്. അപ്പൊ അതിലത്തെ എല്ലാ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നത് നമ്മളെ കീ മൊനാസ്ട്രിക്കാണ്. അതായത് നമ്മളെ അതിനെ കീ മൊനാസ്ട്രി അറിയാത്തത് ഗൂഗിളിലോ ChatGPT അടിച്ചു നോക്കിയോളി, അതാണ് നല്ലത്. നമ്മൾ ഇനി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വ്യൂ ഉണ്ടോ? അവിടെ നല്ല വ്യൂ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയിട്ട് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വാ സുഹൃത്തുക്കളെ, എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് നിങ്ങൾ എന്തായാലും ChatGPT ഗൂഗിളിലോ നോക്കിക്കോളിയും. അതായത് ചൈനയിൽ നിന്ന് നമ്മളെ ടിബറ്റിത്തെ ആൾക്കാരുണ്ടല്ലോ, ഓലെ എങ്ങനെ ഇങ്ങോട്ട് അവിടുന്ന് ആട്ടിവിട്ടൊക്കെ എങ്ങനെ പോന്നിക്കണാവോ, അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ ഗൂഗിൾ നോക്കിക്കോളി, അതാണ് നല്ലത്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണ് അഭയം കൊടുത്തത്. അപ്പൊ അവര് നിർമ്മിച്ചൊരു മൊനാസ്ട്രിയാണ്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മൊനാസ്ട്രിക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പറയുമ്പോൾ അത്യാവശ്യം നൂറ്റാണ്ടുണ്ട് കേട്ടോ. നോക്കിക്കോളി, നിങ്ങളായാലും നോക്കിക്കോളി, അതാണ് നല്ലത്. ഗൈസ്, അങ്ങനെ വെൽക്കം ടു കീ മൊനാസ്ട്രി. നമ്മൾ മൊനാസ്ട്രിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. തണുപ്പായിട്ട് നാവ് വായങ്ങണില്ല കേട്ടോ. ഇവിടെ 4 പുറം ഓരോ റൂമുകളൊക്കെ ഉണ്ടല്ലേ. എന്താ നമ്മളെ മറ്റേ ഹോട്ടൽ റൂംസിന്റെ ഒക്കെ ലോഡ്ജ് പോലെ. അവിടെ എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിൽ ഇത് ഇങ്ങോട്ടാണ് കറക്കേണ്ടത്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത്. ഇങ്ങനെ കറക്കിയതിൽ ഓരോ മന്ത്രങ്ങളുണ്ട്. ഹോം അങ്ങനെ എന്തോ ഒരു മന്ത്രം ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയൂല. അതാണ് ഇതുവരെ വിശ്വാസമാണ്, ഇങ്ങനെ കറക്കി പോകണം. ഗൈസ്, പിന്നെ ഇവിടെ ക്യാമറ അലൗഡ് അല്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ഇവിടെ ഭയങ്കര സൈലൻസ് ആണ്, അതുകൊണ്ടാണ് മെല്ലെ വർത്തനം പറയണത്. കണ്ണടച്ചിട്ടൊന്നും കാണാനില്ല. ഇത് മെഡിറ്റേഷൻ റൂം. ഗൈസ്, നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മെഡിറ്റേഷൻ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ പോകും. ഇത് മറ്റേ ഫുൾ ഗുഹ കേട്ടോ. ഗുഹയല്ല, മറ്റേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു സെറ്റപ്പ്. അത്രയും ഭയക്കുണ്ട്. പീസ് എന്ന് പറഞ്ഞാൽ പീസ് പോയി ഇരുന്നോക്കെ ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ അതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കരുത്. ഗൈസ്, ഞാനിപ്പോൾ അടുത്തൊരു വെറൈറ്റി കക്കൂസിക്കാണ് പോണേ. ഇതല്ലേ സോറി. അവിടെ ഒരു വെറൈറ്റി കക്കൂസ് ഉണ്ട്, ഹൈക്കാണ് ഞാൻ പോണത്. വെറൈറ്റി വ്യൂ ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആണോ കക്കൂസിന് നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ കണ്ട് അടിപൊളി പരിപാടി നടത്താം. കക്കൂസ് ഇങ്ങനെ കിടിലം വ്യൂ. അങ്ങനത്തെ അടിപൊളി ഒരു കക്കൂസ്. പോയോ? ഇല്ല, മറ്റൊന്നുണ്ട് വിട്ടോ. ഗൈസ്, നമ്മളിവിടെ അടിയിൽ തന്നെ നമ്മളെ മോങ്സ് ഇല്ലേ, അതായത് മറ്റേ അക്കുസോട്ടൊക്കെ അങ്ങനത്തെ ടീമില്ലേ, മറ്റേ യോധ സിനിമത്തെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ വരെ എന്തോ ട്രെയിനിങ് ആണ്. നമ്മളെ മദർസിയിലൊക്കെ ഉണ്ടാവില്ലേ, മദർസിയിലും പള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ മൊലിയരാവാൻ ദർശി കൊണ്ടാക്കാന്ന് പറയില്ല, അതേമാതിരി ഇവിടെ ഇതേപോലെ ഓലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ പഠിക്കണം കേട്ടോ. ഇങ്ങനെ അടിച്ചിട്ട് അതെന്തോ വരെ എന്തോ ഒരു സംഭവമാണ്. വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും മരത്തിൻ്റെ ഓടിലൊക്കെ ഇരുന്നിട്ട് വേറെ തന്നെ ഒരു ജീവിതം, വേറെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും അല്ലേ. എനിക്ക് എന്താ പറയാ, ഇങ്ങോട്ട് വാ. എന്ത് ഫുട്ബോളോ? ഇതോ? വോളിബോൾ കോട്ടൊക്കെ ഇതില് നമ്മളെ ക്രിസ്ത്യൻസ് പോലെ തന്നെ കാത്തലിക്സ് പോലത്തെ ഇവരെന്ത് ചെയ്യും, കല്യാണം കഴിക്കൂല. കല്യാണം കഴിക്കണല്ലേ ഇവരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ പഠിച്ചത് ഇങ്ങനെ പോകുന്ന ആൾക്കാർ. അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഇവരെ പറ്റി അങ്ങനെ അറിയില്ല. നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളും പറയാനും പാടില്ല. അത് ശരിയാ, ഇങ്ങോട്ട് പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നമ്മൾ പോവാണ് കേട്ടോ. പരിചയപ്പെട്ടതിൽ എന്താ കൈകൊണ്ട് ഇങ്ങനെ ആക്കണേ? അതാണ് പഠിപ്പിക്കുകയാണ്. ശബ്ദങ്ങൾ ഓരോ ശബ്ദത്തിനും ഓരോ അർത്ഥമാണ്. അതാണ് അതന്നല്ലേ. ഇതിന്റെ ഒരു ബുദ്ധിസ്റ്റിന്റെ ഒരു സിനിമ കണ്ടിട്ടില്ല നിങ്ങള്? ഇതിൽ ഓരോ ശബ്ദങ്ങൾക്ക് ഓരോ രീതി വ്യാഖ്യാനം ഉണ്ടാവും. അതിന്റെ ഓരോ അർത്ഥങ്ങളുണ്ടാവും അതിന്റെ. അതാണ് വില കൊറേ ഇങ്ങനെ മണിയൊക്കെ ഇല്ലേ അല്ലേ, മണി ഇങ്ങനെ ഓരോ മണിക്ക് ഓരോ റിഫ്ലക്ഷൻ കിട്ടും നമുക്ക്. ഇപ്പൊ ചിലടത്ത് കാണുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ തബലയൊക്കെ ഉണ്ടാവില്ലേ, ഓരോ അടി അടിക്കുമ്പോൾ ഓരോ റിഫ്ലക്റ്റ് ആയിട്ട് പോകില്ല. അതേപോലെ ഓരോ അടിക്കും ഇതിന് ഓരോ അർത്ഥം കൊടുക്കും.
ഗൈസ് ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇതിന്റെ വ്യൂ കറക്റ്റ് വ്യൂ അവിടെ പോയിട്ട് കാണിച്ചു തരാന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ ഇവിടുന്ന് ഒരു ചെറിയൊരു വ്യൂ ആണ് അവിടെ, അതിന്റെ മുകൾക്ക് പോകണം. നിങ്ങൾ എന്തായാലും ഇതിന്റെ വ്യൂ ഒന്ന് കണ്ടിട്ട് വരും. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് ലാൻസയിലാണ്. അതായത് നമ്മളെ ഇവിടെ ഒരു ബുദ്ധന്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട്, സ്റ്റാച്ചു ഉണ്ട്. പിന്നെ പോരാത്തതിന് വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഇതിൽ നിൽക്കണേ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ വയ്ക്കണില്ല, ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഉണ്ട്. കുറച്ച് നടക്കുമ്പോഴത്തേന് തന്നെ നമ്മൾ പട്ടേ ടയർഡായി പോകുന്നുണ്ട്, ശ്വാസത്തിന് പ്രശ്നമുണ്ട്. അത്രയും മുകളിലാണ് ഇത് നിൽക്കുന്നത്. വേൾഡിൽ തന്നെ ഹയസ്റ്റിൽ ഉള്ള റെസ്റ്റോറൻ്റ് കേട്ടോ, ഹോട്ടൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതാണ് എനിക്ക് വർത്തമാനം പറയാൻ വയ്ക്കില്ല, നാവും കിട്ടണില്ല മറ്റേ കിട്ടും. ഗൈസ് അങ്ങനെ നമ്മൾ വേൾഡിലെ ഹയസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും കണ്ട് നമ്മൾ ഫുഡ് കഴിക്കണം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? വെറുത്താണോ വെച്ചാൽ ഇതിന്റെ വില എത്ര വെച്ചാൽ 400 സംതിങ് എന്താണ് ഫ്രൈഡ് റൈസിന്റെ. അതിനുള്ള സാധനമല്ല, പക്ഷെ ഹയസ്റ്റ് അല്ലേ, അതിന്റെ ഒരു മൂടുണ്ട്. കഴിച്ചത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയും? അല്ലല്ലേ എല്ലാവരും ടേസ്റ്റ് നോക്കി. എന്താ അവസ്ഥ? ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടില്ല? ഞാനൊന്നുമില്ല. നമ്മൾ ഇന്നട്ടെ. अरे वाह भाई भाई ये നമ്മള് ബാക്കി നമ്മള് റീൽസ് എടുത്തെടുത്തിട്ടോ, സ്വന്തം റീൽ കണ്ട മോട്ടറാണ് ഭീം ഭായി. അരെ വാ ഗൈസ്. അപ്പൊ നമ്മളുള്ളത് ഇപ്പോ നമ്മളെ വേൾഡിലെ ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസിലാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും വേണമെങ്കിൽ കത്തൊക്കെ എഴുതിയിട്ട് കൊടുക്കാം. നമുക്ക് വരുമ്പോൾ ട്രിപ്പ് ആക്കിക്കോ നമുക്കൊരു പോസ്റ്റ് കാർഡ് ഉണ്ടാക്കി തന്നിരുന്നു. നമ്മൾ ഈ ട്രിപ്പ് വന്നിക്കണേ നമ്മൾ ട്രിപ്പ് ആക്കിക്കോന്റെ കൂടെ കേട്ടോ, ട്രിപ്പ് ആക്കിക്കോന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡിയർ സൂപ്പർ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതിക്കണേ. അതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് നമ്മളെ ആർക്കെങ്കിലും ആണെന്നിട്ട് ഈ കത്തൊക്കെ എഴുതിയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അതൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലേ ഇവരൊക്കെ ഇവിടെ കത്ത് ചെയ്താലും ഇതിലാണ്, തിരക്കിലാണ്, മറ്റേ ബാങ്കിൽ ചെന്ന മാതിരി ഉണ്ട്. അപ്പൊ നമ്മളും ആർക്കെങ്കിലും ആണെങ്കിൽ കത്തൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെയാന്ന് പറയാം, നമ്മളെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജായ ചിച്ചാം ബ്രിഡ്ജിലാണ്. അതായത് ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ അടിപൊളി നമ്മളെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതായത് 2 മലകൾ കൂട്ടിമുട്ടിക്കണ തൂക്കുപാലം. അതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിന്റെ അടിക്ക് അത്രയും സ്റ്റീപ്പാണ്. ഈ മലകൾ രണ്ടും പണ്ട് എങ്ങനെയാണെന്ന് അറിയോ, ഇവിടുന്ന് ഒരു റോപ്പ് വെട്ടിട്ട് അതിലായിരുന്നു സാധനങ്ങളും വണ്ടികളൊക്കെ തൂക്കി വിട്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ഇവരിവിടെ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചു. നമ്മളിപ്പോ നാട്ടിലല്ല, മണാലിക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ നിങ്ങൾ എന്തായാലും ഈ ചിച്ചാം ബ്രിഡ്ജിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. സുഹൃത്തുക്കളെ വണ്ടി റോട്ട് കൂടി പോകുമ്പോ ആടുണ്ട് കേട്ടോ, ആടുണ്ട്. പേടിയാവേ ആടുണ്ട് പാലാടുണ്ട് തൂക്കുപാലം തന്നെ. ഇത് നമ്മളെ വേറൊരു വ്ളോഗറാണ് കേട്ടോ, വ്ളോഗറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവിടെ നമ്മളെ പുതിയൊരു വ്ളോഗർ ഉണ്ട്. എന്താണ് വ്ളോഗറിന്റെ പേര്? നൂറാന്ന പേര്? നൂറാന്നല്ലല്ലോ, വേറെന്തേലും പേരല്ലേ? നിങ്ങൾ പരിഷ്കാരിയായിട്ട പേരല്ലേ നൂറാന്നല്ലേ? വേറെന്തോ ഒരു പേരല്ലേ? അതല്ല, നിങ്ങളെ പേരെന്താ? വെറുതെ പരിഷ്കാരി ആയതാണ്. എന്റെ ശരിക്കുള്ള പേര് ഭീഷ്മമായി, പക്ഷെ എന്റെ വ്ളോഗിന്റെ പേര് നൂറാന്നാണ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഇതവിടെ ഒരേ ഫോട്ടോഷൂട്ടാണ്. ഇത് നമ്മളെ കൂടെ ഒരു കപ്പിൾസ് ആട്ടോ. ഇവരെ തൂത നമ്മളെ നാട്ടുകാരത്തിയാണ്. ഇവൻ കോഴിക്കോട് ബാലുശ്ശേരി.
ഇപ്പൊ മോലേനു കേട്ടോ. പക്ഷെ അതിനൊരിതും ഇല്ല. എന്താ വവ്വാലോ അമ്മ എങ്ങനെ നടക്കണേ? എന്നാ നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഓക്കെ ഓക്കെ അല്ലേ? സേഫ് അല്ലേ? സെറ്റല്ലേ? സെറ്റാണ്. ഓക്കെ ഗൈസ്, ഞങ്ങളോട് പറഞ്ഞു അതിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. ഗൈസ് ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ പണ്ട് ഇത് ഇവിടുന്ന് ഒരു കയറ്, അതായത് റോപ്പ് വെട്ടിയിട്ടാണ് വണ്ടിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത്. ആ റോപ്പ് വേണം ഇപ്പൊ ഇത് ഒരു പാലയക്കണം. അതിന് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയായിരുന്നു പണ്ട് ഇവിടുന്ന് ഈ പാലത്തുമ്പോ കൂടി വണ്ടിയൊക്കെ ഇപ്പുറത്തെ മലമക്ക് എത്തിച്ചിരുന്നു. പാലല്ലാത്തുമ്പോ റോപ്പ് വെയിറ്റ് ബൈക്കും കാര്യങ്ങളും ബൈക്കൊക്കെ പോണൊക്കെ 2 വില്ലേജുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കും. രണ്ടൊരു മലകളാ, കിബറും ചിച്ചനും രണ്ടും കൂടി കൂട്ടിമുട്ടിക്കണ സ്ഥലമാണ്. അപ്പൊ ശരിക്കും ഇത് പോകുന്നുണ്ടെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് ഇവിടേക്ക് എത്തുക. ഈ പാലം വന്നതിന് ശേഷം വെറും 15-20 മിനിറ്റ് കൊണ്ട് എത്തും. അതേപോലെ ഈ പാലം എടുക്കാൻ പറ്റിയ സമയം പറഞ്ഞാല് 15 വർഷം എടുത്തിട്ടുണ്ട് ഈ പാലം ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് 2 മലല്ലേ, മലന്റെ ഏറ്റവും ടോപ്പാ. ശ്രദ്ധിച്ചു നോക്ക്, ഇതിനുണ്ടല്ലോ ഈ മലന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ സാധനം. ഈ ഒരു താഴെ ആയിട്ടുണ്ടല്ലോ, ഇതിന് അടിയിൽ നോക്കിയാ അത്രയും ഇതാണ് താഴ്ചയുള്ളത്. ഈ 2 മലന്റെ ഏറ്റവും മുകളിൽ 15 എങ്ങനെ പോലും ഉണ്ടാക്കിയല്ലേ? കാരണം ഒരു തൂട് പോലും ഇല്ല, ഒരു തൂക്ക് പാലം മാത്രം. വെറും 15. അതാണ് ഈ സാധനം ഉണ്ടാക്കാനും വേണ്ടി 15 വർഷമായിട്ട് ടൈം എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ മണാലി പോണ റോഡല്ലേ? മണാലി പോവാൻ സുഖമായില്ലേ ഇപ്പൊ ആൾക്കാർക്ക്? പിന്നെ 2017 ഇതിന്റെ ഉദ്ഘാടനം. അപ്പൊ ഭയങ്കര ഒരു ഇടങ്ങാറായിട്ട് ഉണ്ടാക്കിയൊരു പാലാട്ടത്. ഉപകാരമാണ്, ഇടങ്ങാറായെങ്കിൽ നല്ല ഉപകാരമായിക്കണ് ആൾക്കാർക്ക്. എന്തായാലും ഒരു അടിപൊളി ഒരു പാലാണിത്, സെറ്റാണ്. ഗൈസ് പോണ വഴിക്ക് റോഡ് പൊളിഞ്ഞു. റോഡല്ല, പാലം പൊളിഞ്ഞു. ഇതാ റോഡ പൊളിഞ്ഞിക്കണേ, പാലം പൊളിഞ്ഞു ഗൈസ്, പാലം പൊളിഞ്ഞു. അവിടെ പൊളിഞ്ഞിക്കണട്ടാ. ഇതിപ്പോ അത് റെഡിയാക്കാണ്. പാലം പൊളിഞ്ഞു. മൊത്തത്തിൽ വീണിട്ട് കുടുങ്ങിക്കണേ. എന്താ ചെയ്യാ? ഒരു വണ്ടി പോകാൻ കഴിയില്ല, ഒരു വണ്ടിക്കുള്ള സ്പേസ് ഇല്ല. ഒരുപാട് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഗൈസ് പോണ വഴിക്ക് ഒരു വണ്ടിയുടെ മൂട് ഈ സൈഡിൽ കൂടെ പോയിക്കണേ. അപ്പൊ ഇനി നമുക്ക് ഒരു വണ്ടി ഇത് കൂടി പോകൂല. അപ്പൊ ഇനി ഇതപ്പെടുത്ത ആൾക്കാർ പുതിയ റോഡ് ഉണ്ടാക്കണതാ. പുതിയ റോഡ് മിനിറ്റുകൾ കൊണ്ട് റോഡ് വരെ ഉണ്ടാക്കണേ. ഇത് കൂടിയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യാ? എങ്ങനെയുണ്ട്? മൂടായില്ലേ? പോയാൽ മതി. അതെ, നമ്മളെ വണ്ടി അവിടെ ലോക്കായി കിടക്കാണ്. ഇതാ നമ്മളെ വണ്ടി. ചെങ്ങായി വരുന്നുണ്ട്. ചെങ്ങായി വന്നാ പിന്നെ സീനാവും. ബൈ തല്ലി തീർക്കാം. തല്ലി തീർക്കണേ. അതൊന്നല്ല, ഇവിടുത്തെ വെള്ളം ഒഴിക്കണോ ഒഴിക്കാൻ നോക്കാൻ. വള്ളത്തിന്റെ ഒരു പവർ നോക്കാൻ നിങ്ങള്. ഇതിലൊക്കെ പെട്ടാ പിന്നെ ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മുകളിലത്തെ മഞ്ഞൂരിക്ക് വരുന്ന വെള്ളം കേട്ടോ ഇതൊക്കെ. വണ്ടി കേറി ട്രയൽ അടിക്കണ്ട് കേട്ടോ, ട്രയൽ അടിക്കണ്ട്. ഇത് കേറോ നോക്കാം നമുക്ക്. ഇങ്ങോട്ട് പോരെ. എനിക്ക് തോന്നില്ല പോകുന്നു കേട്ടോ, കാരണം ഈ ഒരു ഗ്യാപ്പ് ഉള്ളു. ഇത് കൂടി എങ്ങനെ പോകാനാ? പോരും പോവോ? പോരട്ടെ. നേരെ പോന്ന ബസ്. അവിടെ പോയിട്ടോ, അവിടെ പോയി. ഇതാണ് അവസ്ഥ. അങ്ങനെ ട്രാവലർ പോവാണ്. എന്താവുന്ന് പറച്ചോനാ. എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നുണ്ട്. നടപടി ആവും തോന്നണില്ല കേട്ടോ. എങ്ങനെ പോണിച്ചിട്ടേച്ച്? സീതാ. ദാഗ പണി പാളിക്കണേ. അയ്യോ, അവിടെ അപ്പുറത്തെ സ്ഥലമുണ്ട് ബായ്. ഗൈസ് ഈ വണ്ടി പോണില്ല. അപ്പൊ നീ നമ്മൾ തള്ളിങ്ങാണ്ട് വേണം കയറ്റാന്. ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, പക്ഷെ മൂപ്പർക്ക് ഇങ്ങോട്ട് വിൽക്കാനാ ഇഷ്ടം തോന്നുന്നു. ഇവിടെ കൂടി എടുക്കണേ. ഇവിടെ എത്ര ഗ്യാപ്പ് ഉള്ളൂ. പക്ഷെ ചെങ്ങാനോട് അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞ ആള് കേൾക്കണില്ല. അതെന്ത്? അയ്യോ, അവിടെ ആരോ ഛർദിച്ചു വീണു.
പീച്ചെ പീച്ചെ പീച്ചെ. ആ ഇവിടെ ആകെ പണി പാടിക്കണേ. അവിടെ അത്ര ഗ്യാപ്പ് ഉണ്ടായിനേ. ഇവിടെ ആകെ പണി പാടിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്ര അടിപൊളി ചായക്കട നമ്മളെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കിടിലൻ ചായക്കട. കിടിലൻ ചായക്കട പറഞ്ഞാൽ കിടിലൻ ചായക്കട. ഞങ്ങൾക്ക് കാണിച്ചു തരാം. തിരുമ്പങ്ങളെ കണ്ണ് ഞെട്ടു, അല്ല കണ്ണ് തള്ളു. ഏതാ മൂഡ് നോക്ക് ഗൈസ്. ചുറ്റും മലകൾ, ചുറ്റും പച്ചപ്പിൽ നിറഞ്ഞ മലകൾ. അതിന്റെ നടുവിൽ മാത്രം ഒരു അടിപൊളി ഒരു കഫേ, വണ്ടി കഫേ. ആ താഴത്തുകൂടിയൊക്കെ ഫുള്ള് വള്ളത്തിന്റെ സൗണ്ട്. ഏത് മൂഡ്. അതാ പറഞ്ഞേ. മൂന്നാർ പോയ എന്നാ അങ്ങോട്ട് എന്റെ ആവശ്യമില്ലല്ലോ. എന്നാ മൂന്നാർ പോയപ്പോ ഓഹോ ഓ മോനെ അവിടെ വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞുതരാ ബ്രോ ബ്രോ ബ്രോ. ഇവിടെ വെള്ളച്ചാട്ടം. ഇതവിടെ അരുവി. ഇവിടെതാ അടിപൊളി ഒരു കട. ബ്രോ ബ്രോ. ഏത് മൂഡ്, ഏത് മൂഡ് ബ്രോ, ഏത് മൂഡ്. ഓ കണ്ണ് തള്ളിപ്പോയി, കണ്ണ് തള്ളിപ്പോയി സുഹൃത്തുക്കളെ, കണ്ണ് തള്ളിപ്പോയി. എന്താണ് ഇവിടെ പോയാ അതിക്കും വലിയത് തള്ളു. തള്ളി 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 കണ്ണ് തള്ളി തള്ളി തള്ളി. എന്താണ് അവിടെ പരിപാടി? പാറനെ തുളച്ചോടാ നീ. വാലി ഓഫ് ദ ഫ്ലവേഴ്സ്. ഞാൻ എന്തായാലും ഒന്ന് ആസ്വദിക്കട്ടെ സുഹൃത്തുക്കളെ. ഇത്ര അടിപൊളി ചായക്കടങ്ങൾ കണ്ടിണോ? ഇല്ലല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണ്? ഈ ഭാഗത്ത് നിന്ന് തണക്കൂല. എന്താ കണ്ടുപിടിച്ചാണ് എന്താണെന്നറിയാമോ? ശരിയാണല്ലോ. എന്താ ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇപ്പൊ കാറ്റുണ്ട്. കാറ്റിന്റെ ഇവിടെ കാറ്റിരിക്കൂല. എന്താ അത് പൊട്ട ഈ വണ്ടി കാരണം ഇങ്ങോട്ട് കാറ്റ് വരായോ? ശരിയാണല്ലോ. ഒന്ന് നോക്കാം, ഇങ്ങോട്ട് നോക്കാം. അസർപ്പ് അസർപ്പ്. ഇവന്റെ പേര് അസർപ്പ്. അസർപ്പ് അസർപ്പ്.com. കണക്കില്ലല്ലോ. മാജിക്കൽ വേൾഡ്. വേൾഡ് ഈസ് എ മാജിക്കൽ വേൾഡ് അല്ലേ? അസർപ്പിന്റെ വേൾഡ് അല്ലേ? അസർപ്പിന്റെ അല്ല, പടച്ചോന്റെ വേൾഡ്. കുട്ടികളെ കൊണ്ട് വേണ്ടി ഇവിടെ കറക്റ്റ് സ്ഥലമൊക്കെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അല്ല ഇപ്പൊ തണുക്കുണ്ട് കേട്ടോ. ഇപ്പൊ കാറ്റുണ്ട്, ഇപ്പൊ കാറ്റുണ്ട്. എന്തായാലും കിടില സ്ഥലം. എന്താ പറയല്ല, എനിക്ക് എന്താ പറയല്, ഇതിന് നല്ല സ്ഥലം വേറെ ഒടുക്കിണ്ട. ഭൂമിയിലെ സ്വർഗം ചെലപ്പോ ഉണ്ടാവൂടാ. വല്ല അമേരിക്കയിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. അമേരിക്ക പോയിക്കണം എപ്പോ? വിസ അടിച്ചായിരുന്നു. വേണ്ട. അസർപ്പ് അസർപ്പ് എസ്തെറ്റിക് ആയിട്ട് വെള്ളം കുടിച്ചു. അസർപ്പ് ആ പോയി ആ പോയി. ഞാൻ പറഞ്ഞോ ഇപ്പൊ ഇതാണ് വെള്ളം കുടിച്ച്. വെള്ളച്ചാട്ടം മൂത്രയിച്ചു വരുന്നാണ്, റോട്ടിൽ നിന്ന് വരുന്നാണ്. എന്നാ കുറച്ച് ആട്ടുംകാട്ടം മാറി തരാം, ഇജ്ജ് തിന്നോ? ആട്ടുംകാട്ടം മാറി തരാം, ഇജ്ജ് തിന്നോ? എങ്ങണ്ട് സ്ഥലം കണ്ട് ഉഷാറായില്ലേ? തീർന്നോ തീർന്നോ? വരുമ്പോ 150 പാക്കറ്റ് ORS ഫുൾ സെറ്റപ്പിലാ വന്നിട്ട്. കാറ്റ് പൈക്കണ്, കാറ്റ് പൈക്കണ്, അതിന്റെ കാറ്റ് പൈക്കണ്. ഗയാ മർ ഗയാ. ഞങ്ങക്ക് പ്രാന്തില്ല, ഞങ്ങക്ക് പ്രാന്തില്ല. അതിന്റെ കാലം കൂടെ ഒക്കെ വെള്ളപ്പൊടി ആയിക്കണോക്കാ. വെള്ളപ്പൊടി മുളിഞ്ഞിക്ക ക്ലൈമറ്റിന്റെ. കിടില സ്ഥല സുഹൃത്തുക്കളെ. എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം കണ്ടോ. നമ്മളെ
നമ്മള് 2-3 ദിവസത്തിന് ശേഷം അത്രക്ക് പച്ചപ്പ് കാണുന്നത്. കാരണം എന്താ വെച്ചാല് പച്ചപ്പന്നെ കാണും. അതെ ഫുള്ള് സ്പിറ്റി ഫുള്ളും ഇതായിരുന്നു. എല്ലാം പച്ച കാണുന്ന മൊത്തം പച്ച. അതിന്റെ ഒരു പൊലിവാണ് ഇത്. പള്ളിയച്ചൻ ഈശോമിക്ക് സുധയിക്കട്ടെ എപ്പോൾ അങ്ങനെ അറിയേ ഇന്ന ചാമ്പിയ ഇതുവരെ അച്ഛക്ക് ഒന്നും തന്നിട്ടില്ല. ഇവിടുന്ന് എന്തോ സ്നേഹം കൂടുതൽ. ഇതിൽ ചാറ്റ് മസാല ഇട്ടണം ഗൈസ്. ഈ ഒരു വ്യൂവും നല്ല ഊളച്ചായും നല്ല അടിപൊളി പാർലേജ് ബിസ്ക്കറ്റും കിടിലം കോമ്പിനേഷൻ. ചായ ചേച്ചി ചായ പറട്ടോ. അയ്യോ അസറപ്പിന്റെ ചായ. ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ സാധനം വരുമ്പോ ചായ രസമില്ലായിരുന്നു. പിന്നെ കുടിച്ചിട്ട് നമ്മൾ ഫേക്കല്ല ബ്രോ, ജെന്യൂൻ ഗൈസ്. അന്റെ കഥ അന്റെ വേഗം സ്റ്റോറി. ഇവനല്ല ഇവരെ കിട്ടുന്നത് രാത്രി. ഇവൻ വേറെ ഇതിന്റെ ഉള്ളില് ഇവൻ പുസ്തകത്തിന്റെ ചട്ട മാത്രമേ ഇടത്. ഇതിന്റെ ഉള്ളിൽ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബ്ലോഗില്ല ക്യാമറ ഇല്ലാത്തപ്പോ വരണം. പേടിയാ എല്ലാം പേടി നോക്ക്. എന്തൊക്കെ ഒരാള് ഞാൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലും പറയലുണ്ടല്ലോ എനിക്ക് പേടിയാണെന്ന് ഞാൻ പറയലുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഫേക്കാണ്. ഞാൻ ഫേക്കല്ല, ജെന്യൂൻ ഗൈസ്. എന്തൊക്കെ ഒരാള് വാവ ഫേക്കാണ്. പേടി ഒരു മനുഷ്യർക്ക് പേടിയല്ല, മൊത്തത്തില് വാവ ഫേക്കാണ്. ജന്മനാളുള്ള ഒരു സംഭവല്ലേ. വേറെ ഏത് ഇൻഫ്ലുവൻസർ അങ്ങനെ അംഗീകരിക്കും എനിക്ക് ബുദ്ധിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അല്ല ബ്രോ ബുദ്ധി ഉണ്ട്, പക്ഷെ ഐൻസ്റ്റൈൻ ന്യൂട്ടന്റെ അത്ര ബുദ്ധി ഇല്ല. അലിൻ ജോസ് ആറാട്ടൻ ഒരേക്കാൾ ബുദ്ധി. അലിൻ ജോസിനെ ആറാട്ടനേക്കാളും. അരുകൂടി പോയില്ല. ആ ചങ്ങായി എടുത്ത PhD ആരെങ്കിൽ അതങ്ങനത്തെ ഏതെങ്കിലും PhD കാര്യമില്ല. രാത്രി ഫോൺ എടുത്തിട്ട് സച്ചിയാണ് അതാണ് ഇതാണ് പറഞ്ഞ വില പോയില്ലേ. അതിലല്ല കാര്യം, PhD-യിലല്ല കാര്യം. അതിപ്പോ എന്താ പഠിക്കാത്ത അപ്പൊ വലിയ വലിയ പൈസക്കാർ മെച്ചൂരിറ്റി ഇല്ല. എനിക്ക് അതുണ്ട്. ഇവിടെ അവിടെ ഇല്ല. പുതിയ ഡ്രസ് ഇത് നിങ്ങൾ കണ്ട ഇത് ഒറിജിനൽ ആട്ടോ, ഒറിജിനൽ അല്ല ഇത്. ഇത് നിങ്ങൾ കണ്ടാൽ തോന്നും ഞാൻ ഭയങ്കര റിച്ച് ആന്നൊക്കെ. ഇതെന്താ സംഭവിച്ചാല് ബർബറി അങ്ങനല്ലേ പേര്. ഇത് നല്ല വിലയുള്ള ഇതാട്ടോ. നിങ്ങൾ ഇതിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. ഇതിന്റെ ഓരോ ഷർട്ടുകൾക്ക് 70,000 50,000 ചിലത് 10,000. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. എന്താണ് പേര്? ബ്ലൂബെറി. പക്ഷെ ഒറിജിനൽ അല്ലേ. ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയോ? 300 രൂപ കിട്ടിയതാ മണാലി മാർക്കറ്റിൽ നിന്ന്. ഒറിജിനൽ ആണോ? ഇങ്ങനത്തെ ബ്രാൻഡൊന്നും കണ്ടിട്ടില്ല. നമ്മളെ മറ്റേ കണ്ണാട കൂടെ കൊച്ചിന്റെ കണ്ണാടല്ലോ. അവിടുന്ന് ചെയ്യ അവിടുന്ന് കേട്ട് ചെയ്യൊരു കണ്ണാട മറ്റേ ഫ്രെയിമുള്ള അതും കൂടി റിച്ചായി കണ്ട ഭയങ്കര അടിച്ചിട്ട് ഒട്ടുണ്ട്. അപ്പൊ വരൂ മണാലി വരൂ. എന്തായി ഡെക്കാത്തലോൺ? ഇത് ഡെക്കാത്തലോണാണോ? ഫുൾ ഡെക്കാത്തലോൺ. എന്നിട്ട് ഇതൊന്നും കാണാനല്ലോ, ട്രക്കിങ്ങിന് ഇതൊന്നും കാണാനല്ലോ. ട്രക്കിങ്ങിന് പോകുമ്പോ 37 താഴത്തിരിക്കല. ഫുൾ ഡെക്കാത്തലോണിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ട്, പക്ഷെ ട്രക്കിങ്ങിന് പോകുമ്പോ 37 താഴത്തിരിക്കല. കണ്ടോ ഗൈസ്, എന്നെ പറ്റി പറയുന്നത് കണ്ടോ ഗൈസ്? സെലിബ്രിറ്റി അല്ല, കണ്ടന്റ് ക്രിയേറ്റർ. അതിപ്പോ ഇതിന്റെ മുമ്പിൽ വെച്ച് ഇന്ന മോട്ടറൊക്കെ അല്ലേ? എന്താ പറയുക, എന്നെ കൊറേ മണ്ടരാക്കിട്ട്, അതാണ് പ്രശ്നം.